മഴ തോരും മുൻപെയുടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും വന്ന ദിവസം തന്നെ അവർ അടുത്ത തീരുമാനമെടുക്കുകയായിരുന്നു. സ്റ്റാൻലിയുടെ ഭാര്യയെയും മക്കളെയും തിരിച്ച് ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. തനിക്കൊപ്പം തൻ്റെ സഹോദരിമാരും സഹോദരനും ഉണ്ടായിരിക്കണമെന്ന് അലീന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. അതിനായി അവൾ വല്യപ്പച്ചൻ്റെ സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വല്യപ്പച്ചനോട് അവൾ പറഞ്ഞിരുന്നു, എനിക്കൊപ്പം അവിടേക്ക് അഞ്ചലിലേക്ക് വരണമെന്നും അവരെയൊക്കെ നമുക്കിവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും. അതേ തീരുമാനത്തിന് വല്യപ്പച്ചന് പൂർണ്ണ സമ്മതം തന്നെയായിരുന്നു. അലീന വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അഞ്ചലിലേക്ക് പോവാമെന്ന തീരുമാനവും അവരെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം കടന്നു പോകെ അഞ്ചലിലേക്ക് പോവാനുള്ള ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അലീനയും വല്യപ്പച്ചനുമാണ് പോകുന്നത്. അവരെ കൊണ്ടു ചെന്നാക്കാനായി സ്റ്റാൻലിയും ഒപ്പം പോകുന്നുണ്ട്. ഇതേ സമയം റാണിമോൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നേക്കണേ, അല്ലെങ്കിൽ ഞാനിവിടെ തനിച്ചായി പോകുമെന്നൊക്കെ. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടടി കൊച്ചേ, ഞാൻ അധികം ദിവസം അവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. നിനക്കറിയാവുന്നതല്ലേ, എൽസമ്മയ്ക്ക് ഒന്നാമത്തെ ഇവൻ്റെ ആൾക്കാരെ ഒരാളെ നേരെ ചൊവ്വെ കാണാൻ പോലും താല്പര്യമില്ലാത്ത പെങ്കൊച്ച. പിന്നെ അവിടെയുള്ളതാ റീത്തല്ലേ, റീത്തയുടെ മുമ്പിൽ ഏതെങ്കിലും മനുഷ്യന്മാർ ചെന്ന് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ വല്യപ്പച്ചൻ പറയുകയാണ്. ഇതൊക്കെ കേട്ട് അലീന ചിരിച്ചു നിൽക്കുകയാണ്. അലീനയുടെ ചിരി കാണുമ്പോൾ സ്റ്റാൻലി തന്നെ പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോഴും അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷവും ഈ ചിരി കണ്ടേക്കണേ എന്ന്. അലീന അപ്പോൾ സ്റ്റാൻലിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇതൊന്നുമല്ല എൻ്റെ പപ്പേ, ഇതും ഇതിനപ്പുറവും ചാടിക്കടന്നും മറിഞ്ഞു കടന്നും ഒക്കെ വന്നവളാണ് ഈ അലീന എന്ന്. ആ സിനിമ ഡയലോഗൊക്കെ പറയാൻ ആയിരിക്കും സാധിക്കുമെന്ന് വല്യപ്പച്ചനും പറയുകയാണ്. ആയിക്കോട്ടെ, കണ്ട് തന്നെ അറിയാമല്ലോ കാഴ്ചകളെന്ന് പറഞ്ഞുകൊണ്ട് റാണിമോളോട് യാത്രയൊക്കെ പറഞ്ഞ് റാണിമോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അലീന തൻ്റെ പപ്പയുടെ കാറിലേക്ക് വന്ന് കയറുന്നത്. അവരങ്ങനെ അഞ്ചലിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. പോകുന്ന യാത്രയിലും സ്റ്റാൻലിക്കായാലും വല്യപ്പച്ചനായാലും പറയാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെ, റീത്തയുടെയും എൽസയുടെയും സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചിട്ട്. എൽസയെക്കുറിച്ചിട്ട് അധികമൊന്നും പറയുന്നില്ലെങ്കിലും റീത്താമ്മയെക്കുറിച്ചിട്ട് ഓരോ വാക്കുകൾ എടുത്തിടുമ്പോഴും റീത്താമ്മച്ചി അങ്ങനെ റീത്താമ്മച്ചി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാൻലി. സ്റ്റാൻലിയുടെയും റാണിമോളുടെയും വല്യപ്പച്ചൻ്റെയും ഒക്കെ സംസാരത്തിൽ നിന്നും അലീനയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇവർക്കാർക്കും തന്നെ ഈ സ്ത്രീയെ കണ്ണിന് നേരെ കണ്ടൂടാന്ന്. കഥ പറച്ചിലിനും ആ നീണ്ട യാത്രയ്ക്കും ഒടുവിൽ അവർ അഞ്ചലിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ആ വീടിൻ്റെ മുൻപിലായിട്ട് സ്റ്റാൻലിയുടെ കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അലീന അവിടേക്ക് നോക്കുമ്പോൾ വല്യപ്പച്ചൻ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. അതെ, അതൊരു വലിയ ഒരു പറമ്പിന് നടുവിലായിട്ട് 2 വീടുകളാണ് കാണുന്നത്. 2 വീടും നന്നേ മോശമില്ലാത്തത് തന്നെയാണ്. കാഴ്ചപ്പാടിൽ പൊതുവെ നല്ല സമ്പന്നരുടെ വീടായിട്ട് തന്നെയാണ് തോന്നുന്നത്. അലീനയുടെ നോട്ടവും ഇരിപ്പും ഒക്കെ കാണുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി, വന്ന ഉശിരൊക്കെ അകത്ത് കടക്കുന്നതിന് മുമ്പേ അങ്ങ് ഇറങ്ങിപ്പോയോ, അകത്തേക്ക് പ്രവേശിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലേന്ന്. അലീന പറയുന്നുണ്ട്, ഇല്ല പപ്പ, ഞാനൊന്ന് നോക്കിപ്പോയതാണ്. അത്യാവശ്യം വലിയ വീട് തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയാണ്, അതും അവൻ പണി കഴിപ്പിച്ചത് തന്നെയാണ്. പിന്നെ അതിന് ശേഷം എൽസാമ്മ ഇവിടേക്ക് മാറി താമസിച്ചതിനൊക്കെ ശേഷമാണ് റീത്ത ആ വീട് വെക്കുന്നത്. അതൊക്കെ എവിടെ നിന്ന് വന്ന പണമാണെന്ന് ആർക്കും അറിയത്തില്ല കൊച്ചേ. അവളുടെ കെട്ടിയോനി എന്തോ പഴയൊരു ഇലക്ട്രിക് ഷോപ്പിലാണ് ജോലി, അതും സ്വന്തമാണെന്ന് തോന്നുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ലെന്ന് പറയുകയാണ്. അലീന തൻ്റെ ബാഗും എടുത്ത് പപ്പയുടെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയം വല്യപ്പച്ചനും ഇറങ്ങി വരുന്നുണ്ട്. വല്യപ്പച്ചനോടും അലീനയോടുമായിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് വേണം അവരുടെ അടുത്തൊക്കെ പെരുമാറാൻ. അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അപ്പച്ച എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലി. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. അലീന അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് തന്നെ സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്, ഇവിടെ വരെ വന്നിട്ട് പോലും പപ്പ കയറാതെ പോവുകയാണോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനേ ഇന്നത്തെ സാഹചര്യത്തിൽ എന്നല്ല,
എപ്പോൾ ഞാൻ അവിടെ കയറിയാലും അടിയും ഇടിയുമായിട്ട് ഞാൻ അവിടെ നിന്നും പുറത്ത് കടന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു 2-3 തരത്തിൽപ്പെട്ട ആങ്ങളമാർ അവൾക്കുണ്ടേ. അതുകൊണ്ടാ ഞാൻ എന്തിനാ എൻ്റെ വില കളയാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് സ്റ്റാൻലി കാറ് വളച്ചിട്ട് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. വല്യപ്പച്ചൻ അലീനയോടായി പറയുന്നുണ്ട്, മോള് വിഷമൊന്നും വിചാരിക്കണ്ട. അവന് ഇവിടെയുള്ള റീത്തയെ കണ്ണിന് നേരെ കണ്ടൂടാ. അത് ആ കാര്യത്തിൽ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെയുള്ള റീത്ത അതങ്ങനത്തെ ഒരു സാധനമായിപ്പോയി എന്ന് പറയുകയാണ്. അങ്ങനെ 2 പേരും ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അതിൽ ബാക്ക് സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു വീട് കാണിച്ചുകൊണ്ട് വല്യപ്പച്ചൻ പറയുകയാണ്, നീ ഉദ്ദേശിച്ച് വന്ന ആൾക്കാർ താമസിക്കുന്നത് ആ വീട്ടിലും ഇത് എൽസയുടെ സഹോദരി റീത്തയുടെയും വീടാണ്. ഇതിലേതാണ് നിനക്ക് കയറേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ചനെ അവൾ കളിയാക്കുന്നുണ്ട്. എന്തായാലും ആ വീട്ടിൽ പോയി അവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് നമുക്കിവിടെയും വന്നേക്കാം. എന്തായാലും ഇപ്പോൾ അവിടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കൂടിയും റീത്താമ്മച്ചിയുടെ വീടിന് ഫ്രണ്ടിലേക്ക് എത്തുകയാണ്. വീടും വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ആകെ വല്ലായ്മ തോന്നുന്നുണ്ട്. കാരണം ഒരാൾ താമസമുള്ളൊരു വീടാണെന്ന് ആ വീട് കണ്ടാലേ തോന്നത്തില്ല. മുറ്റമൊക്കെ അടിച്ചിട്ട് കാലങ്ങളോളായ രീതിയിലാണ് കിടക്കുന്നത്. സിറ്റ് ഔട്ടിലൊക്കെ ചായ വീണതിൻ്റെയും ബിസ്ക്കറ്റ് കഴിച്ച കവറിൻ്റെയൊക്കെ അടയാളങ്ങളും പാടുകളും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അലീന ഇതെല്ലാം വല്ലാതെ ശ്രദ്ധിച്ചു നോക്കിയതിന് ശേഷം വല്യപ്പച്ചനോടായി ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ച ഇതെന്താ ഇങ്ങനെയൊക്കെ, ഇവിടെ ആരും താമസം ഇല്ലേന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇവിടെ താമസമില്ലാതെ എവിടെ പോവാൻ, ഒന്നില്ലെങ്കിൽ ഇവിടെ കാണും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പിന്നെന്താ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ. അതൊക്കെയാണല്ലോ ഇവിടുത്തെ വ്യത്യാസങ്ങൾ. നിൻ്റെ പപ്പയുടെ സ്വഭാവം നീ കണ്ടതല്ലേ. പ്ലേറ്റിൽ സ്പൂണ് തൊടുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ പാടില്ല, ചവയ്ക്കുന്ന സൗണ്ട് കേൾക്കാൻ പാടില്ല, കിച്ചണിൽ ഉള്ളി പൊളിക്കുമ്പോൾ അതിൻ്റെ തൊലി താഴെ വീഴാൻ പാടില്ല. അങ്ങനെയുള്ള സ്റ്റാൻലി നിൽക്കുന്ന വീട്ടിൽ ഈ വക വല്ല തോന്നിവാസവും നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ വീട് അവൻ തലകീഴ് വെക്കത്തില്ലേ? ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് അലീനയോട് പറയുകയാണ്. അലീനയ്ക്ക് ഏകദേശ രൂപം അപ്പോഴേ കിട്ടിക്കഴിഞ്ഞിരുന്നു ആ വീട്ടിൽ താമസിക്കുന്നവരുടേതായിട്ടുള്ള. അങ്ങനെ അലീന കോളിംഗ് ബെല്ലിനരികിലേക്ക് ചെല്ലുന്നുണ്ട്. കോളിംഗ് ബെല്ലടിച്ചിട്ടും ആരും തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പുറത്തെ വീട്ടിൽ ആരോ വന്ന് നിൽക്കുന്നത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റീത്താമ്മച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്ത്രീ വന്ന് നിന്ന് എത്തിച്ചു നോക്കുന്നതായിട്ട് വല്യപ്പച്ചൻ കാണുന്നുണ്ട്. വല്യപ്പച്ചൻ നോക്കുമ്പോൾ അത് അവിടുത്തെ റീത്താമ്മച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മച്ചിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വല്യപ്പച്ചൻ അവരുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുക ഇവരെ കണ്ടതോടുകൂടി ആ സ്ത്രീ അകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അതേ ഇതെന്നതാ താത്തി ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ മുറ്റത്തൊരാൾ വന്ന് നിൽക്കുമ്പോൾ പെരുമാറേണ്ടത്? അവരെന്തെങ്കിലും ചോദിക്കാൻ വന്ന പാടെ അകത്തേക്ക് ഓടിക്കയറുന്നത് ഇതെവിടത്തെ മര്യാദയാ? ഒന്നവിടെ നിന്നേ. നിങ്ങളോടെ ഇവിടെയുള്ളവരെന്തെന്നൊന്ന് ചോദിക്കാൻ വന്നതാ എന്ന് പറയേ ആ സ്ത്രീ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഔതുക്കുട്ടിയോടായി പറയുന്നുണ്ട്, എൻ്റെ പൊന്നൗതുക്കുട്ടി, നിങ്ങൾ ആരാണെന്നേ മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ അകത്തേക്ക് ഓടിപ്പോകുന്നത്. ഇതെങ്ങാനും ആ റീത്ത കണ്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ, അവൾ ഇന്ന് എനിക്ക് വെള്ളം പോലും തരത്തില്ല. എന്നാത്തിനാ ഞാൻ പൊല്ലാപ്പ് പിടിക്കുന്നത്? അല്ലെന്നേ, ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കാൻ വന്നതാന്ന്. അവിടെ ഉള്ളവർ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മച്ചി അകത്ത് കയറി വാതിലടക്കുകയും ചെയ്തു. വല്യപ്പച്ചൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ സ്വയം പിറുപിറുത്തുകൊണ്ട് അലീനയുടെ അരികിലേക്ക് എത്തി. അലീന ചോദിക്കുകയാണ്, വല്യപ്പച്ചന് എന്നതാ ഈ പറഞ്ഞുകൊണ്ട് വരുന്നേ? അല്ലടി കൊച്ചേ, ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്ന് ചോദിക്കാൻ പോയതാ. അതെന്തോ നമ്മൾ അതിനെ പിടിച്ച് തിന്നാൻ ചെന്ന കണക്കെ കയറി അങ്ങ് വാതിലടക്കുകയും ചെയ്തു. അത് സാരില്ല വല്യപ്പച്ച. അകത്ത് നിന്നേ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം ഞാനിപ്പോൾ കേട്ടായിരുന്നു. അകത്താരും ഉണ്ടെന്ന് അതോടെ എനിക്ക് മനസ്സിലായി. നമ്മളെ കണ്ടിട്ടാവാം ഒരു പക്ഷേ അവർ വന്ന് ഡോറ് തുറക്കാത്തത്, അല്ലേ വല്യപ്പച്ച? ഓ, അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് കൊണ്ട് നിനക്ക് അത്രയെങ്കിലും ഗുണമുണ്ടായി അല്ലേ അലീന? അതെ,
ഗുണമൊക്കെ ഒരുപാടുണ്ടായി. അലീന കൂടെ കൂടെ വീണ്ടും കോളിംഗ് ബെല്ലടിക്കാൻ തുടങ്ങി. വന്നവർ വെറുതെ അങ്ങ് തിരിച്ചു പോകില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ എൽസാമ്മച്ചി വന്ന് ഡോറ് തുറക്കുകയാണ്. എൽസാമ്മച്ചിയുടെ രൂപം കണ്ടപ്പോളെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. തീരെ ഒരു വൃത്തിയും വെടുപ്പും ഒന്നുമില്ലാത്തൊരു പ്രകൃതം തന്നെയാണ് പുള്ളിക്കാരുടെയും. അലീന ഒരു സ്റ്റെപ്പും കൂടി കയറി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്നെ മനസ്സിലായോ എന്ന്. ബാക്കിൽ നിൽക്കുന്ന ഔതുക്കുട്ടിയെയാണ് ആ സ്ത്രീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഔതുക്കുട്ടി ചായം പറഞ്ഞു, അവൾ ചോദിച്ചത് കേട്ടില്ലേ നീ, അവളെ മനസ്സിലായോ എന്ന്. ഓ, മനസ്സിലാക്കാൻ എന്നതായിരിക്കുന്നേ, അറിഞ്ഞല്ലോ അവിടുത്തെ പുകിലൊക്കെ. കൊട്ടാരമറ്റത്തിലെ മൂത്ത സന്തതിക്ക് പണ്ടെങ്ങോ അടുപ്പത്തിലുണ്ടായ സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞ് 23 24 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പൊട്ടിമുളച്ചങ്ങ് കൊട്ടാരത്തിൽ വാഴിച്ചിട്ടുണ്ടെന്ന്. അറിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെയാണ് ഞങ്ങളും ജീവിക്കുന്നത് എന്ന് എൽസ വെട്ടി തുറന്നങ്ങ് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ എന്നിട്ടെന്താ അവിടെ വരെ വന്ന് നിന്റെ ഭർത്താവിനോട് കാര്യങ്ങളൊന്നും തിരക്കായിരുന്നത്? എന്നതാ തിരക്കിയിട്ട്? അത് കൊള്ളാം, ഞാൻ വന്ന് തിരക്കിയിട്ട് വേണമല്ലോ ഇനി ബാക്കി എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും വല്ല പൊട്ടക്കിണറ്റി കൊണ്ടേ താഴ്ത്താൻ. അതൊക്കെയല്ലേ നിങ്ങളുടെ മകൻ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ദേ കൊച്ചേ, നീയൊന്ന് സൂക്ഷിച്ചോ. ഇപ്പോഴേ ആ കൊട്ടാരത്തിൽ പൊന്നുമെത്തയിൽ നിന്നെ കയറ്റി കിടത്തിയിട്ടുണ്ടെങ്കിലേ അതേ കൈകൊണ്ട് തന്നെ പൊട്ടക്കിണറ്റിലും തള്ളിക്കളയാൻ മടിയില്ലാത്തവനാണ് നീ ഇപ്പോൾ തേടി വന്ന നിന്റെ പാപ്പ. ആ സ്ത്രീ വളരെ മോശം രീതിയിലാണ് സ്റ്റാൻലിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന ആ സബ്ജക്റ്റ് വിട്ടുകളയാനെന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് 2 പേർക്കും അകത്തേക്ക് പ്രവേശിക്കാമോ എന്ന്. ഇത് കേൾക്കുന്ന എൽസാമ്മ പറയുന്നുണ്ട്, വേണ്ട എൻ്റെ പൊന്നെ, അകത്തേക്ക് ആരും വരണ്ട, എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കേൾക്കുമ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അതെ അതെ, ഞങ്ങളായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും തീരുമ്പോൾ പണത്തിനങ്ങ് ആളെ വിടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പണത്തിനോ? ആരെ വിട്ടെന്ന്? എപ്പോൾ വിട്ടെന്ന്? എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങളെ നോക്കുന്നത് അതെൻ്റെ ചേച്ചിയുടെ കരുണ കൊണ്ടാ. ഇത് കൊള്ളാലോ, ആ പേരും പറഞ്ഞങ്ങ് കയറി വന്നിരിക്കുന്നേ. കൊള്ളാം, അപ്പച്ചൻ പുതിയ കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ ഞങ്ങളുടെയൊക്കെ സമാധാനം കെടുത്താനായിട്ട്? അലീനയും വല്യപ്പച്ചനും മുഖത്തോട് മുഖം നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടല്ലോ എന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലായി. അലീന എൽസയുടെ മുഖത്തേക്ക് നല്ലോണം നോക്കി, അടിമുടി ഒന്ന് നല്ലോണം നോക്കി. മറ്റാരുടെയോ ധൈര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ സ്ത്രീ നിന്ന് സംസാരിക്കുന്നതെന്ന് അലീനയ്ക്ക് വ്യക്തമായി. അലീന എൽസമ്മയുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി നിന്നു. എൽസമ്മയോട് അധികാരപൂർവ്വം തന്നെ അലീന ചോദിക്കുകയാണ്, എന്നതാ എൻ്റെ ആൻറ്റി ഈ കാണുന്നത്? ആൻറ്റിയും മറ്റ് 2 പെൺകുട്ടികളും താമസിക്കുന്ന വീടല്ലേ ഇത്? എന്നിട്ടാണോ ഇത്രയ്ക്കും വൃത്തിഹീനമായിട്ടിട്ടിരിക്കുന്നത്? പുറത്ത് നിന്നും ഒരാൾ വന്ന് കാണുമ്പോൾ എന്താ നിങ്ങളെക്കുറിച്ചൊക്കെ വിചാരിക്കുക? ഒരല്പം വൃത്തിമേനൊക്കെ ആവാട്ടോ, അതും ഇത്രയും പേര് താമസിക്കുന്ന വീട്ടിലെന്ന് അലീന പറയുകയാണ്. എൽസയുടെ മായ ആകെ മൂടിക്കെട്ടിയതുപോലെയായി. അലീനയോട് തിരിച്ചെന്ത് പറയണമെന്ന് പോലും എൽസമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും അധികാരത്തോടു കൂടി തന്നോട് സംസാരിക്കാൻ ഇവൾ ആരാ എന്നായിരുന്നു എൽസമ്മയുടെ മനസ്സിൽ തോന്നിയത്. എൽസമ്മ ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അകത്തു നിന്നും ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. പെൺകുട്ടി വന്ന ഉടനെ എൽസമ്മയോടും അലീനയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. അലീനയുടെ ബാക്കിലായി നിന്നിരുന്ന വല്യപ്പച്ചൻ ആ കുട്ടിയെ കണ്ടപാടെ അലീനയോട് പറഞ്ഞു, മോളെ അതാണ് ടെൽസ. അപ്പോഴായിരുന്നു ടെൽസ വല്യപ്പച്ചനെ കണ്ടത്. വല്യപ്പച്ചനെ കണ്ടതും അവൾ ഓടി വല്യപ്പച്ചൻ്റെ അരികിലേക്ക് വരാൻ ശ്രമിക്കെ അവളുടെ കൈകൾ കടന്ന് പിടിച്ചു എൽസ. അകത്ത് പോടി, നിന്നോടല്ലേ ഞാൻ ഇപ്പുറത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞത്? ദേ റീത്ത മാമി കണ്ടു വന്നാലുണ്ടല്ലോ പിന്നെ അത് മതി, കയറിപ്പോടി അകത്ത് എന്ന് പറയല്ല ആ പെൺകുട്ടി ഞെട്ടിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. അലീനയുടെ മനസ്സിൽ ഒരു നിമിഷം വൈജയെക്കുറിച്ചും വൈജയുടെ മുഖവും കടന്നുപോയി, ഒപ്പം കൃഷ്ണമോളെയും. എൽസാമ്മ അലീനയോടായി ചോദിച്ചു, നീ എന്തുദ്ദേശിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്? എനിക്ക് ഉദ്ദേശങ്ങൾ പലതും ഉണ്ട് ആൻറ്റി.
അതൊക്കെ സംസാരിക്കാനായി എനിക്ക് കുറച്ച് സമയം വേണം. എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിയിരുത്താമോ? പറ്റത്തില്ല. നിന്നിവിടെ കയറ്റിയെന്ന് എൻ്റെ ചേച്ചി എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ചേച്ചിക്ക് എന്നോടും എൻ്റെ മക്കളോടും ദേഷ്യം ഉണ്ടാവും. അതിനൊരു വഴിയും ഞാൻ വെക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കുള്ളത് ആകെ ചേച്ചിയും എൻ്റെ സഹോദരങ്ങളും മാത്രമാണ്. അവരുടെ കരുണ കൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും കഴിഞ്ഞുകൂടി പോകുന്നത്. കുറച്ച് മുമ്പ് ഞാനത് പറഞ്ഞു തീർത്തതാണ്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇറങ്ങിപ്പോണം. പപ്പയും മോളും കൂടി ജീവിക്കോ ഉല്ലസിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാവാം എന്ന് പറഞ്ഞുകൊണ്ട് എൽസ അകത്തേക്ക് കടക്കാനൊരുങ്ങി അലീനയും വല്യപ്പച്ചൻ്റെ കൈ പിടിച്ച് ആ വീടിനകത്തേക്ക് കയറുകയാണ്. എൽസയ്ക്ക് അവരോട് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അലീന നോക്കുമ്പോൾ ആ സോഫയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ 2 പെൺകുട്ടികൾ ഇരിക്കുകയാണ്. കുറച്ച് മുമ്പ് സിറ്റ് ഔട്ടിൽ വന്ന പെൺകുട്ടിയും ഒപ്പം മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവളെ കാണിച്ചുകൊണ്ട് വല്യപ്പച്ചൻ പറയുകയാണ്, അലീന, ഇതാണ് ടോണിയ. ഒരാളും കൂടിയുണ്ട്. എൽസേ, അവനെവിടെ പോയി? എൽസാമ്മ കേട്ട ഭാവം നടിച്ചില്ല. നിന്നോടാണ് ചോദിച്ചത്, ജോജോ എവിടെ പോയിന്ന്. എന്നിട്ടും എൽസ മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ സനിയാണ് പറഞ്ഞത്, വല്യപ്പച്ച, ചേട്ടായി പുറത്തേക്ക് ഇറങ്ങിയതാ. എവിടേക്കാ പോയതെന്നറിയില്ല. ചിലപ്പോൾ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എങ്ങാനും കാണും. ഈ സമയത്തൊക്കെ കളിക്കാനൊക്കെ പോവാറുണ്ടെന്ന് പറയുമ്പോൾ എൽസമ്മ ചോദിക്കുകയാണ്, നിന്നോട് ആരെങ്കിലും ചോദിച്ചായിരുന്നോടി? ഇത് കേൾക്കെ പെൺകുട്ടികൾ 2 പേരും മിണ്ടാതെ നിൽക്കുകയാണ്. ഇതൊക്കെ കേൾക്കെ എൽസമ്മയോട് വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എൽസേ, നീ എന്നാത്തിനാണ് ഈ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ഇഷ്ടത്തിനാണ് ഇവിടേക്ക് മാറി താമസിച്ചത്. നിനക്കിവിടെ വീട് വെക്കണമെന്ന് പറഞ്ഞു എൻ്റെ മകൻ അതും നടത്തി തന്നിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാണ് നീ ഈ കിടന്ന് അവനിങ്ങനെ ശപിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഇന്ന് അലീന ഇവിടെ വന്നതുപോലും നിന്നെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. നീ എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എൽസേ. നിന്നോട് എത്രയോ വട്ടം ഞാൻ പോലും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചതാണ്. നീ ആരുടെ വാക്കുകളാണ് ഇപ്പോഴും ഈ കേൾക്കുന്നത്? നിനക്ക് 3 മക്കളുണ്ട്. അവരുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ പപ്പ നിസ്സാരക്കാരനല്ല, ഒരു റിട്ടയർഡ് കേണലാണ്. എന്നിട്ട് പോലും നിനക്ക് അവനോട് ഒരു ബഹുമാനമോ അല്ലെങ്കിൽ നിൻ്റെ കുട്ടികളുടെ അച്ഛനാണെന്നുള്ള ഒരു സ്നേഹമോ ഒന്നും നീ അവനോട് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നിട്ടും ഇപ്പോഴും എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് നിങ്ങളുടെ മകന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു അപ്പച്ചനല്ലേ? ആ മകനോട് എപ്പോഴെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെ വീട് വെച്ചതും താമസിക്കണമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ തന്നെയാണ്. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? ഇവിടെ വീട് വെച്ച് കെട്ടിയിട്ട് എന്നെയും മക്കളെയും നൈസായിട്ട് ഒഴിവാക്കി അല്ലേ? ഒഴിവാക്കി. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. എന്നിട്ട് അവിടെ കൊട്ടാരം പോലത്തെ ആ വീട് കെട്ടിയിട്ടിട്ട് എന്നോട് അവിടേക്ക് വരാൻ ഞാൻ വരണോ? എന്തിനു വരണം? എൻ്റെ പൊന്നെൽസമ്മേ, ഭർത്താവുള്ളിടത്തല്ലേടി ഭാര്യയും മക്കളും ജീവിക്കേണ്ടത്. അല്ലാതെ നിനക്ക് തോന്നുന്ന പോലെയാണോ കാര്യങ്ങൾ? നിനക്കിപ്പോഴും ബുദ്ധി ഉറക്കാതെ തന്നെയാണല്ലോ നിൻ്റെ പെരുമാറ്റം. ഇനിയെങ്കിലും നീ ആ റീത്ത പറയുന്നിടത്ത് നിന്നും കാര്യങ്ങൾ ഒരല്പമെങ്കിലും നീ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നോക്ക്. ഇതൊക്കെ ഇവർ സംസാരിക്കുമ്പോഴും ആ പെൺകുട്ടികൾ 2 പേരും ഒരക്ഷരം പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അലീനയുടെ ശ്രദ്ധ മുഴുവനും ആ കുട്ടികളിൽ തന്നെയായിരുന്നു. അതിൽ ഒരുവൾക്ക് എന്തൊക്കെയോ ഒരു മാനസിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണോ എന്നറിയുന്നില്ല. അവളുടെ മുഖത്ത് അതെല്ലാം മിന്നിമറയുന്നത് അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് ചാച്ചനോ പപ്പയോ പറഞ്ഞത് അലീനയ്ക്കൊട്ട് ഓർമ്മയിലും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അവർ തന്നോട് അത് സൂചിപ്പിക്കുമായിരുന്നുവല്ലോ എന്നൊക്കെയായിരുന്നു അലീന അതേസമയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേസമയം എൽസമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ സമ്മതമില്ലാതെയാണ് ഈ വീടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരല്പം മര്യാദ പോലും സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പട്ടാളക്കാരൻ്റെ മകൾക്കില്ലെന്നാണോ പറയുന്നത്? അതെങ്ങനെയാ? പിഴച്ചു പെറ്റവന്മാർക്ക് എന്തന്തസ്, എന്ത് മര്യാദ അല്ലേടി? ഇത് കേൾക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എൽസേ, നിൻ്റെ വാക്കുകളും നിൻ്റെ മര്യാദകളും നീ അതിര് കടക്കുന്നു.
ഇതൊക്കെ സ്റ്റാൻലി അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? എന്നെ പേടിപ്പിക്കാനേ ആരും ഈ വീട്ടിലേക്ക് കടന്നു വരണമെന്നില്ല. ഇത് ഞാൻ അധികാരപൂർവ്വം കൈക്കലാക്കി വെച്ചിരിക്കുന്നതാണെന്ന് തന്നെ കരുതിക്കോളൂ. പക്ഷേ ഈ വീട്ടിൽ വന്നു കിടന്ന് എൻ്റെ നേരെ കുരയ്ക്കാൻ മാത്രം നിങ്ങളാരും വളർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ ആരെ കണ്ടിട്ടാണ് ഈ കിടന്ന് ചാടുന്നത് എന്ന് വീണ്ടും വല്യപ്പച്ചൻ ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ? എനിക്ക് സംസാരിക്കാൻ ഒരല്പം സമയം തരൂ. മോളെ, അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ? ഇതും ഇതിനപ്പുറവും പെറ്റ അമ്മയുടെ വായിൽ നിന്നും കേട്ടിട്ട് വന്നവളാണ് ഈ അലീന. എന്നെയാണോ എന്ന് അലീന ഒരു നിമിഷം നിർത്തി. എൽസാമയ്ക്ക് നേരെ നടന്നു ചെന്നുകൊണ്ട് അലീന പറയുകയാണ്, എന്നെ ഇവിടെ നിന്നും അടിച്ചോടിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ആൻറ്റി അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ആൻറ്റി കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, എന്നെ കൊട്ടാരം പണിത് വെച്ച് അവിടെ മഹാറാണിയായിട്ട് എൻ്റെ പപ്പ വാഴിക്കുകയാണെന്ന്. അപ്പോൾ ഈ വീടുണ്ടാക്കിയതും ഈ വീട് മേടിച്ചതും ഒക്കെ എൻ്റെ പപ്പയാണെന്നും ആൻറ്റി പറയുക ചെയ്തു. ഇതിലും അപ്പോൾ ഈ നിൽക്കുന്ന അലീന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഈ വല്യപ്പച്ചനും ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ആൻറ്റിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ അല്ലേ വല്യപ്പച്ച? അലീന തിരിഞ്ഞ് വല്യപ്പച്ചനോടായി ചോദിക്കുകയാണ്. വീണ്ടും അലീന അവിടെ നിന്നും കുട്ടികളിരിക്കുന്ന അരികിലേക്ക് നടന്ന് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മക്കളെ, ഞാനേ നിങ്ങളുടെ ചേച്ചിയാണ്, അലീന ചേച്ചി. ഈ നിൽക്കുന്നത് നിങ്ങളുടെ വല്യപ്പച്ചനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എനിക്കും നിങ്ങളുടെ വല്യപ്പച്ചനും താമസിക്കാനായിട്ട് നല്ലൊരു മുറി ഒന്ന് കാണിച്ചു തരാമോ? തൻ്റെ ചേച്ചിയുടെ മിടുക്കും സാമർഥ്യവും ഒക്കെ കണ്ട് അവർ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. തനിക്ക് പോലും ഇങ്ങനെ തൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ അല്ലെങ്കിൽ മുഖത്ത് നോക്കി ഇതൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവർ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ആ റീത്ത മമ്മിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ. പക്ഷെ എന്തുകൊണ്ടോ തങ്ങൾക്ക് ആ ധൈര്യം കിട്ടുന്നില്ലല്ലോ എന്ന് അവർ ചിന്തിച്ച് നിന്ന് പോവുകയാണ്. ഇതേ സമയത്താണ് പുറത്ത് ആരോ വന്നതായിട്ടുള്ള കാറിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അലീന നോക്കുമ്പോൾ എൽസാമച്ചി ആകെ നിന്ന് വിറയ്ക്കുകയാണ്, വല്ലാതെ വിയർക്കുന്നുണ്ട്. ഒരു കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോഴേക്കും എന്തിനായിരിക്കും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നതെന്ന് അലീന ചിന്തിച്ച് പോവുകയാണ്. അലീനയും വല്യപ്പച്ചനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, ഇതാരാ വന്നതെന്ന്. വല്യപ്പച്ചൻ അലീനയോടായി കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്, അറിയത്തില്ലെന്ന ഭാവത്തിൽ. അത് മൈൻഡ് ചെയ്യാതെ അലീന വീണ്ടും കുട്ടികളോട് പറയാണ്, അതെ, ഞങ്ങൾക്കുള്ള മുറി കാണിച്ചതാ. അതെന്താ മറന്നുപോയോ? ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ എന്ന്. അവർക്ക് വന്ന ചേച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്നും പറയാനോ ഒന്നും മിണ്ടാനോ പോലും അവകാശമില്ലാത്ത രീതിയിൽ അവർ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.